ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ കനത്ത വെടിവെപ്പ് ശക്തമായി തിരിച്ചടിക്കുന്നതായി സൈന്യം. അഗ്നൂർ മേഖലയിൽ ഷെല്ലാക്രമണവും നടന്നു. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണോ? അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും പ്രദേശവാസികളെ സൈന്യം സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? ഒപ്പം അതിശക്തമായ തിരിച്ചടി തന്നെയാണോ ഭാരതത്തിന്റെ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിർത്തി മേഖലകളിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് പാകിസ്ഥാന്റെയും ഭാരതത്തിന്റെയും സൈന്യം തമ്മിൽ അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഉറി കൂടാതെ കുപ്വാര, ബാരാമുള്ള മേഖലകളിലാണ് ഭാരതത്തിന്റെ സൈനിക പോസ്റ്റിന് നേരെയും ഒപ്പം ജനവാസ മേഖലകൾക്ക് നേരെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുള്ളത്. ഇതിന് കനത്ത തിരിച്ചടി നൽകുന്നുണ്ട് എന്നാണ് ഭാരതത്തിന്റെ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അഗ്നൂർ മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പൂഞ്ച് സെക്ടറിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പൂഞ്ച് സെക്ടറിൽ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ 15ഓളം പ്രദേശവാസികളും ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു എന്നുള്ളത് സൈന്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാൻ പക്ഷം മറുപടി നൽകുന്നത് ഭാരതത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിക്കൊണ്ടാണ്. ഒരു വലിയ പരിഭ്രാന്തി പാകിസ്ഥാനിൽ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനുമുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അതിൽ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി ഭാരതത്തിന്റെ സൈന്യവും ഭരണകൂടവും വ്യക്തമാക്കിയത് ഞങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളാണ്. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകര ക്യാമ്പുകളാണ്. വേണമെങ്കിൽ പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശേഷിയും ശക്തിയും പ്രാപ്തിയും ഇന്ന് ഭാരതത്തിന്റെ സൈന്യത്തിനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല, ജനവാസ മേഖലകളിൽ മിസൈൽ വർഷിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കുമ്പോൾ പക്ഷേ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ തിരിച്ചു നിൽക്കുന്നത് ഇന്ത്യ സൂചിപ്പിച്ചതുപോലെ ഒരു മര്യാദഘട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യയുടെ സൈനിക ഔട്ട്പോസ്റ്റിന് നേരെയും ഒപ്പം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തുന്നത്. അതിർത്തിയിൽ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രകോപനവും മറുപടി നൽകാതെ വിട്ടു നൽകില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം രാജ്യത്തിന്റെ സൈനിക മേധാവികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടിയും വെടിവെപ്പും ഭാരതത്തിന്റെ സൈന്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ അഗ്നൂർ മേഖലയിൽ ഷെല്ലാക്രമണം നടത്തുകയാണ്. ഭാരതത്തിന്റെ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയിൽ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ 4-ലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒപ്പം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ്. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ബങ്കറുകളിലേക്കും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് ഭാരതം നടത്തിയ പ്രത്യാക്രമണം കൃത്യമായും ഭീകരത്താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ഭീകരരെ മാത്രമാണ് കൊന്നൊടുക്കിയത്. സൈനിക താവളങ്ങൾക്ക് നേരെ, സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല. ഭീകരതയ്ക്ക് അതേ തരത്തിൽ തിരിച്ചടി നൽകുകയാണ് ഭാരതത്തിൻ്റെ സൈന്യം ചെയ്തത്. പക്ഷേ തീർത്തും സാധാരണക്കാരായ, ഒരായുധവുമില്ലാതെ നിസ്സഹായരായ സാധാരണക്കാരായ ഭാരതീയരെ കൊല്ലുന്ന, അവരെ ആക്രമിക്കുന്ന തീർത്തും ദയാരഹിതമായ ഒരു സമീപനം തന്നെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നതിലെ. അതായത് ഇങ്ങനെ പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രത്യാക്രമണം ഭാരതം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പാകിസ്ഥാൻ സ്വയം ക്ഷണിച്ചു വരുത്തുകയില്ലേ? കെ പി ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ചൂണ്ടിക്കാണിച്ചതിന് സമാനമായി മര്യാദഘട്ട രാജ്യം, മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായിട്ടുള്ള മറുപടിയും തിരിച്ചടിയും ഭാരതത്തിന്റെ സൈന്യം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാന്റെ സൈന്യവും ഭരണകൂടവും വലിയ സമ്മർദ്ദത്തിലും പരിഭ്രാന്തിയിലുമാണ് നിലവിലുള്ളത്. പാകിസ്ഥാനിലെ ഭീകര ശക്തികൾ, ലഷ്കർ ഇ തോയ്ബയുടെ മേധാവി ഉൾപ്പെടെയും ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനും
ഇന്ത്യയെ ആക്രമിക്കാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിനും ഭരണകൂടത്തിനുമുള്ള തിരിച്ചറിവ് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അതിർത്തിയിൽ ഉൾപ്പെടെ പോവുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരമേൽക്കേണ്ടി വരും എന്ന തിരിച്ചറിവ് പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ടൊരു തുറന്ന യുദ്ധത്തിലേക്ക് അതിർത്തി മേഖല പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സൈനിക റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും ലോക രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ വലിയ പരിഭ്രാന്തി പാക് സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചില മേഖലകളിൽ ഇന്ത്യയുടെ സൈനിക ഔട്ട് പോസ്റ്റിന് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇപ്പോൾ KP തന്നെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സൈന്യമാണെങ്കിലും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളാണെങ്കിലും അവർ ജമ്മു കാശ്മീർ അതിർത്തി കടന്നു വന്നുകൊണ്ട് നിഷ്കരുണം ഇല്ലാതാക്കുന്നത് നിരായുധരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ടാണ് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ജമ്മു കാശ്മീരിലെത്തിയിട്ടുള്ള സുരക്ഷാ സേനയുടെ ജീവൻ എടുത്തുകൊണ്ട് പുൽവാമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ അതിർത്തി കടന്നു വന്നുകൊണ്ട് രാജ്യത്തിനകത്ത് കടന്നു വന്നുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർ എപ്പോഴും ശ്രമിക്കാറുള്ളത് ഇന്ത്യയെ കടന്നാക്രമിക്കാനാണ്. മുൻകാലങ്ങളിൽ വലിയ രീതിയിലുള്ള സഹനം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും 10-20 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അതിർത്തിയിൽ പ്രകോപനവും വെടിവെപ്പും ഉണ്ടാകുമ്പോൾ തിരിച്ചു വെടിവെക്കാൻ ഡൽഹിയിലേക്ക് വിളിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ ആർമിക്കുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ വരുന്ന ഓരോ വെടിയുണ്ടകൾക്കും പ്രകോപനത്തിനും കൃത്യമായ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ സായുധ സേനകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി, വലിയ വെടിവെപ്പ് അതിർത്തി മേഖലകളിൽ ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട്. അതിർത്തി മേഖലകളിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ ബങ്കറുകളിലേക്കും കൂടാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ശ്രീനഗറിൽ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായ അവലോകനം അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സുരക്ഷാ വിന്യാസം സംബന്ധിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും നടത്തുന്നുണ്ട്. ആ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും സൈനിക ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യതലസ്ഥാനത്തും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയങ്ങൾക്ക് മുൻപ് ഇന്ന് രാവിലെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഭാരതം അതിർത്തി മേഖലയിലും അല്ലാതെയും സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തിയത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂർ തുടരും. അത് ഭീകര ശക്തികൾക്ക് നേരെയുള്ള ഭാരതത്തിന്റെ പോരാട്ടമാണ്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കാനോ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കാനോ യുദ്ധത്തിനോ ഭാരതത്തിന് താല്പര്യമില്ല. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ, വെടിയുണ്ടകൾ ഭാരതത്തിലേക്ക് എത്തിയാൽ അതിന് കൃത്യമായ ശക്തമായ മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിൻ്റെയും ഒപ്പം സൈന്യത്തിൻ്റെയും നിലപാട്. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി പാക് പ്രകോപനത്തിന് അതിർത്തി മേഖലയിൽ രാജ്യത്തിന്റെ സൈന്യം നടത്തിവരികയാണ്. അതിനിടയിൽ ഈ ഭീകര ക്യാമ്പുകൾ അടിച്ചു തകർത്ത ഭാരതത്തിന്റെ നടപടിക്ക് പാകിസ്ഥാൻ പ്രതികരിച്ചത് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടാണ്. അതിൽ 15 പ്രാദേശികവാസികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. പൂഞ്ച് സെക്ടറിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അതിനുള്ള തക്കമായ തിരിച്ചടി, ശക്തമായ തിരിച്ചടി ഇപ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഭാരതം നൽകുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.